കേരളം കാത്തിരുന്ന വിഷു ബമ്പറിന്റെ വിജയിയെ കണ്ടെത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ട് തന്നെ ലോട്ടറി അടിക്കുന്നത് ആളുകൾക്കൊക്കെ വലിയ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ വലിയ സന്തോഷമുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം. ഇദ്ദേഹത്തിന് ലോട്ടറി അടിച്ചപ്പോൾ ആലപ്പുഴയിൽ ഒരു വലിയ ഭാഗ്യദോഷിയുണ്ട്. അദ്ദേഹം എടുത്ത 2 ടിക്കറ്റിൻ്റെ ഇടയിലെ ടിക്കറ്റിനാണ് 1ാം സമ്മാനം അടിച്ചത്. എന്തായാലും ഇദ്ദേഹമാണ് ലോട്ടറി ഏജന്റ്. ഈ ചേച്ചിയാണ് ലോട്ടറി വിറ്റത്. ചേച്ചി ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബമ്പർ അടിക്കുന്നത്. ഇന്നലെ ചേച്ചിക്ക് സത്യത്തിൽ അറിയാവുന്നില്ല, ഞങ്ങളോട് മറച്ചു വെച്ചതല്ലേ? അല്ലല്ല, തീർച്ചയായിട്ടും എനിക്ക് അറിയത്തില്ല. കാരണം ആകെ 10 ടിക്കറ്റ് ചേട്ടൻ സ്ഥിരം എടുക്കുന്ന അങ്ങനെ ഓർത്തില്ല ഇദ്ദേഹത്തിനാണ്? ഇല്ല, ഓർത്തില്ല. കാരണം പുള്ളി വന്ന് എപ്പോഴും എന്നെ കൊണ്ട് തന്നെ 7 പറഞ്ഞ് എടുപ്പിക്കുന്നത്. പക്ഷേ ഇത്തവണ പുള്ളി വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ അത് ഏത് നമ്പറാണ് ഞാൻ എടുത്ത് കൊടുത്തത്? അന്നത് ആ മഴയൊക്കെ ആയിരുന്നു, ഭയങ്കര പെരുമഴയാണ്. ആ മഴയത്ത് ഞാൻ ഒരു പൊതിഞ്ഞ് അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. ഒരു പേപ്പറും കൊടുത്ത് പൊതിഞ്ഞെടുത്തോളാൻ പറയുമായിരുന്നു. ഭയങ്കര മഴയായിപ്പോയി, അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. ചേച്ചിക്ക് നേരത്തെ എത്ര രൂപയൊക്കെ അടിച്ചിട്ടുണ്ട്? എനിക്ക് 30,000 ഒക്കെ അടിച്ചിട്ടുണ്ട്, പിന്നെ 60,000 അടിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും അടിച്ചിട്ടില്ല. ലോട്ടറി ഏജന്റ് അദ്ദേഹത്തിന്റെ ഇത്രയും വലിയൊരു ബമ്പർ സമ്മാനം ആദ്യമായിട്ടാണ്. സാധാരണ നിലയിൽ ഈ പൊതുവെ ഉണ്ടാകുന്നത് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ അത്ര വലിയൊരു ലോട്ടറി വിൽക്കുന്ന അല്ലെങ്കിൽ അത്ര വലിയ ബിസിനസ് ഉള്ള ആളുകളാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഈ പൊതുവെ ഈ പരാതി പറയാറുണ്ട്, ചില ഏജൻസികളിൽ മാത്രമേ അടിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ളൊരു ഞാൻ പരാതി പറയാറില്ല, എനിക്ക് സ്ഥിരമായിട്ട് കിട്ടാറുണ്ട്. ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഏജന്റുമാർക്ക് എടുത്തിട്ട് പോകുന്നവർക്കും അറിയാം, സ്ഥിരമായിട്ട് അടി കിട്ടുന്നു. ഞാൻ പരാതി പറയാറില്ല. അങ്ങനെ ഒരു അടിസ്ഥാനം ചില ആൾക്കാർക്ക് അടിയില്ലാത്തവരുണ്ട്, അത് അവരുടെ ദൈവാധീന കുറവ്. ഒരാൾ നിങ്ങളുടെ ഇടയിൽ ടിക്കറ്റ് എടുത്ത ആളിന് മിസ്സായി പോയല്ലേ? 2 സൈഡ് സുഗുണൻ എന്ന് പറഞ്ഞ ഒരാള് അപ്പുറം ഇപ്പുറം അതിന്റെ ഇടയ്ക്കുള്ള അതിനാണ് അടിച്ചത്. 58 അല്ലേ? അല്ല, 88 86 അടിച്ചു. ചേച്ചിയുടെ തന്നെയാണോ എടുത്ത ആള്? അതെ. ചേച്ചി പറഞ്ഞില്ലേ 87 എടുക്കാൻ? അല്ല, പുള്ളി സാധാരണ പൈസ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി ഇപ്പൊ ഇച്ചിരി ടൈറ്റ് ആണ്. പുള്ളി സാധാരണ എടുക്കുന്ന സമയത്താണ് ഒരു ബുക്കൊക്കെ ഒന്നിച്ചെടുക്കുന്ന പാർട്ടിയായിരുന്നു. അപ്പൊ പുള്ളി ഇപ്പൊ ടൈറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് 2 നിർത്തിയത്. ഓക്കെ, അങ്ങനെ ഒരു ഭാഗ്യവാനെ ഉണ്ടായപ്പോൾ ഒരു ഭാഗ്യദോഷി അല്ലെങ്കിൽ ഭാഗ്യം നഷ്ടമായ ഒരാളോടുണ്ട്. 86ഉം 88ഉം എടുത്തു, 87 എടുത്തില്ല. 87നാണ് ഇപ്പോൾ ബമ്പർ സമ്മാനം അടിച്ചിരിക്കുന്നത്. ഇതൊരു ഭാഗ്യത്തിന്റെ കളിയാണല്ലോ. എന്തായാലും ഭാഗ്യവാൻ, വിഷു ബമ്പറിന്റെ ഭാഗ്യവാനെ കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹം വളരെ സന്തോഷത്തിലാണ്. സ്വാഭാവികമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെ സന്തോഷത്തിലാണ്. മാധ്യമങ്ങൾ അദ്ദേഹത്തെ നിരന്തരമായി അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാങ്കുകാരടക്കം ഇവിടെയുണ്ട്. അദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനായി മാറിയിരിക്കുകയായതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അദ്ദേഹത്തെ തിരക്കി വരിക സ്വാഭാവികമാണ്. രഘു, ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഓർമ്മയുണ്ട്, തിരുവനന്തപുരത്ത് എൻ്റെയൊക്കെ വീടിനടുത്താണ് ഒരു ഓണം ബമ്പർ അടിക്കുന്നത്. അപ്പോൾ അതേ തുടർന്ന് അദ്ദേഹം വലിയ കഷ്ടപ്പാടിലൊക്കെ ആയിപ്പോയിരുന്നു. പിന്നീട് നമ്മളത് സ്റ്റോറിയൊക്കെ ചെയ്തു. പക്ഷേ ഇതിപ്പോൾ വിശ്വംഭരൻ ചേട്ടൻ അങ്ങനെയൊന്നുമല്ല, തുറന്ന് പറയുന്നുണ്ട് എനിക്ക് ഇത്ര വലിയൊരു ഭാഗ്യം കിട്ടിയെന്ന് ഇത്രയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് പറയുന്നു. അദ്ദേഹം വളരെ നിഷ്കളങ്കമായാണ്, വളരെ ഒരു സാധാരണക്കാരൻ്റെ എല്ലാ കൗതുകങ്ങളും കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ ജീവിതത്തിൽ വലിയ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം CRPFിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം റിട്ടയർഡായിട്ട് ബാങ്കിലൊക്കെ ജോലിക്ക് പോയിരുന്നു. പെൻഷനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് മാന്യമായി ജീവിച്ചു പോകാനുള്ള പൈസ എപ്പോഴും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബോണസായി കിട്ടിയ പണമാണ്. അതുകൊണ്ട് വലിയൊരു വീട് വെക്കണം, അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇന്നലെ ലോട്ടറി അടിച്ച് കിടന്നുറങ്ങിയപ്പോൾ വലിയ ഒരു അത്ര വലിയൊരു കൗതുകവും വലിയൊരു ഹാപ്പിനെസ് ഒന്നും തോന്നിയില്ല. സാധാരണ ഒരു രാത്രിയിൽ ഉണ്ടാകുന്ന പോലത്തെ ഉറക്കം സാധാരണ നിലയിൽ ഉണ്ടാക്കുന്നതിനെ കുറച്ച് കൂടുതൽ സന്തോഷത്തോടു കൂടി ഉറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറയുന്നുണ്ട് ഇനിയും വലിയ ആളുകളെ കൊണ്ടൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഈ 1ാം സമ്മാനമൊക്കെ അടിച്ച ആളുകളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നിന്ന് ഗുണ്ടകൾ വരെ വിളിക്കും, നിങ്ങൾക്ക് ഇത്ര ലോട്ടറി അടിച്ചല്ലേ, അതുകൊണ്ട് കുറച്ച് പണം ഞങ്ങൾക്ക് താ, അതല്ലെങ്കിൽ എൻ്റെ മകളുടെ കല്യാണത്തിന് പണം വേണം, ചികിത്സയ്ക്ക് പണം വേണം. അങ്ങനെ ഒരു ആളുകളോട് ഒരു അപേക്ഷിക്കുകയല്ല, ഇങ്ങനെ ഒരു ഉത്തരവിലൂടെ ഒരു പിടിച്ചു വാങ്ങുന്ന രീതിയിൽ പലപ്പോഴും പല ആളുകളുടെയും നിന്നുമൊക്കെ പെരുമാറ്റം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് 1ാം സമ്മാനം കിട്ടിയ ആളുകൾക്കൊക്കെ കുറച്ച് നാളത്തേക്കെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. എന്ന് മാത്രവുമല്ല, ഈ ലോട്ടറി വകുപ്പ് നടത്തിയ ചില പഠനങ്ങളിലൊക്കെ കാണുന്നത് ഇത്തരത്തിൽ ലോട്ടറി അടിച്ച് പണം കിട്ടുന്നവർക്കൊന്നും അത് ശാശ്വതമായി അല്ലെങ്കിൽ കൃത്യമായി ചിലവാക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. അതുകൊണ്ട് ലോട്ടറി വകുപ്പ് നിലവിൽ ഇവർക്ക് 1ാം സമ്മാനം കിട്ടുന്നവർക്കും ഒക്കെ ഒരു പരിശീലനം നൽകുന്നുണ്ട്. അതായത് ഇത്രയധികം പണം ബൾക്കായിട്ട് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഇവർക്കുണ്ടാവുന്നു. ഇവർ പണം
പല രീതിയിലും ദൂർത്തടിച്ച് ചിലവാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും വിശ്വംഭരൻ ചേട്ടൻ പറയുന്നത് പണം ചിലവാക്കാനൊക്കെയുള്ള മാർഗ്ഗം എനിക്കറിയാം, അതിനകത്ത് പ്രത്യേകിച്ച് ആരുടെയും ക്ലാസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല എന്നാണ് വിശ്വംഭരൻ ചേട്ടൻ പറയുന്നത്. സ്വാഭാവികമായിട്ടായിരിക്കും, അദ്ദേഹം ഒരു സൈനികനാണ്, അദ്ദേഹത്തിന് വലിയൊരു ജീവിത എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ പണം കൃത്യമായി സന്തോഷത്തോടുകൂടി ചിലവാക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.